Namaste. Today I would like to introduce MCSE 011 Parallel Computing. For this subject, IGNOU provides 3 blocks. First one is Elements of Parallel Computing. Second one is Parallel Algorithms and Parallel Programming. And third one is Advanced Topic. In these 3 blocks, Elements of Parallel Computing provides basic idea about the concept of parallel computing. Nowadays, the size of databases and its complexity is increasing very fast, and we want to provide super fast modern computers for processing these in the field of artificial intelligence, data mining, etc. Before going to this subject, I would like to introduce the aim of this video. Actually, this video is provide an awareness about the main topics of your subject. That means, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു കഴിയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി ഒരു കൂടുതൽ അറിവുണ്ടാവും, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിനെ പറ്റി ഒരു പരിചയമുണ്ടാവും. ആ പരിചയം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കാൻ കഴിയും എന്നും വിചാരിക്കുന്നു. ആക്ച്വലി ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു പാരലൽ കമ്പ്യൂട്ടിംഗ്, that provides basic ideas of parallel computing. That is, parallel computing means multiple processors work in tandem. That means more than one processors can work synchronously. Parallel computing is the simultaneous execution of same task split into subtasks on multiple processors in order to obtain results faster. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് സെയിം ടാസ്കിനെ സബ് ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്ത് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ പാരലൽ കമ്പ്യൂട്ടിംഗ് ടെക്നിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ നമുക്ക് പാരലൽ കമ്പ്യൂട്ടർ ഹിസ്റ്ററി പറയുന്നുണ്ട്. സെഷൻ 1.2 പേജ് നമ്പർ 6 ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം പ്രോബ്ലം സോൾവിങ് ഇൻ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആക്ച്വലി ഒരു ഫിസിക്കൽ സെനാരിയോ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പാരലിസം അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അവരൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് തരുന്നുണ്ട്. ഒരു ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. നോർമൽ കേസിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്സ് എങ്കിലും വേണം. അതിൽ ഫസ്റ്റ് വൺ, അപ്രോപ്രിയേറ്റ് കൗണ്ടറിലേക്ക് പോയി ഒരു സബ്മിഷൻ ഫോം നമ്മൾ വാങ്ങണം. സെക്കൻഡ് കൗണ്ടറിൽ അത് ഫില്ല് ചെയ്ത് ക്യാഷ് ഉൾപ്പെടെ നൽകണം. തേർഡ് കൗണ്ടറിൽ ചെന്നിട്ട് അതിൻ്റെ റെസീപ്റ്റ് അല്ലെങ്കിൽ ബില്ല് നമ്മൾ വാങ്ങിയെടുക്കണം. അപ്പോൾ 3 കൗണ്ടറിൽ നമ്മൾ 3 ജോബുകൾ നമ്മളൊരു സിംഗിൾ വിൻഡോയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു 500-600 കസ്റ്റമേഴ്സ് അവിടെ ബിൽ പേയ്മെൻറ്റിനുണ്ട് എങ്കിൽ ഈ ഒരാൾ വന്ന് 3 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷമാണ് രണ്ടാമത്തെ ആൾ ബില്ലടയ്ക്കാനായിട്ട് ചെല്ലുക. ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. 3 വിൻഡോസ് ഉണ്ട്. ഫസ്റ്റ് വിൻഡോയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്നു. സെക്കൻഡ് വിൻഡോയിൽ ഫില്ല് ചെയ്ത് ക്യാഷ് ഉൾപ്പെടെ കൊടുക്കുന്നു. തേർഡ് വിൻഡോയിൽ നമ്മൾ അതിൻ്റെ റെസിപ്റ്റ് റിസീവ് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി സെക്കൻഡ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് കസ്റ്റമറിന് ഫസ്റ്റ് കൗണ്ടറിലേക്ക് വരാൻ പറ്റും. ഫസ്റ്റ് കസ്റ്റമർ സെക്കൻഡ് കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് കസ്റ്റമർ തേർഡ് കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് കസ്റ്റമർ സെക്കൻഡ് കൗണ്ടറിലേക്കും തേർഡ് വൺ ഫസ്റ്റ് കൗണ്ടറിലേക്കും പോകും. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് ഓരോ പേഴ്സൺ വെച്ച് എല്ലാ ടൈം പീരീഡിലും സർവീസ് ചെയ്ത് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ആദ്യത്തെ കാര്യം ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വളരെ കുറവാണ്, പക്ഷേ പ്രോസസ്സിങ് സ്പീഡ് കുറവായിരിക്കും, വളരെ സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും. സെക്കൻഡ് കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, പക്ഷേ പ്രോസസ്സിങ് സ്പീഡും കൂടും.
രണ്ടാമത്തെ കേസ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞ സിനാരിയോയിൽ ഈ മൂന്നും ഇൻഡിപെൻഡൻറ്റ് ടാസ്കുകളാണ്. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ടാസ്കുകളാണെങ്കിൽ മാത്രമേ നമുക്കവിടെ പാരലലി മൾട്ടിപ്പിൾ വിൻഡോസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സെയിം കേസ് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യുക. പക്ഷേ ഈ ഡേറ്റ പാരലിസം അതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതിലൊന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് പെർഫോംഡ് ബൈ ഈച്ച് പ്രോസസ്സർ ഈസ് പ്രീ ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ ആ വിൻഡോയിൽ ഓരോ വിൻഡോയിലും ഇരിക്കുന്ന പേഴ്സൺസ് അവരുടെ ഡ്യൂട്ടി പ്രീ ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്നത് പോലെ ദ ടാസ്ക് അസൈൻഡ് ടു ഈച്ച് പ്രോസസ്സർ ഈസ് പ്രീ ഡിസൈഡഡ് ഓർ ദ ടാസ്ക് ഈസ് സ്റ്റാറ്റിക്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ബ്രേക്ക് ദ ഇൻപുട്ട് ടാസ്ക് ഇൻ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ടാസ്ക്. ഇൻപുട്ട് ടാസ്കിനെ എന്ത് ചെയ്യാൻ പറ്റണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈ ജോബിനെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എസ്റ്റിമേഷൻ ഓഫ് സ്പീഡപ്പ് അച്ചീവ്ഡ് ബൈ പാരലൽ പ്രോസസ്സിംഗ് കൺസെപ്റ്റ്. നമ്മളിപ്പോൾ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ എത്ര മാത്രം സ്പീഡ് അച്ചീവ് ചെയ്തു എന്നറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെഷർമെൻ്റാണ് സ്പീഡപ്പ്. സ്പീഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് the number of job is m and the time to do the job is p and the job is divided into k task, then the time to complete one task is p by k, then the time to complete n jobs without parallel processing, അതായത് നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ n ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് n ഇൻറ്റു p ടൈം വേണം. പക്ഷെ അത് k ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് ടൈം ടു കംപ്ലീറ്റ് n ജോബ് വിത്ത് പാരലൽ പ്രോസസ്സിംഗ് ഈസ് np ഡിവൈഡഡ് ബൈ k. Then what is speed up? Speed up is the time to complete the task if parallelism is not used divided by time to complete the task if parallelism is used. അപ്പോൾ നമുക്ക് np ഡിവൈഡഡ് ബൈ n ഇൻറ്റു p ബൈ k ഈക്വൽ ടു k. k എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ സ്പീഡപ്പ്. സ്പീഡപ്പ് that k is the number of task, that is each job is divided into k task എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം മീനിങ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? നമുക്ക് ഒരു ജോബിനെ എത്ര ഇൻഡിപെൻഡൻറ്റ് ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ അതനുസരിച്ച് നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയിട്ട് അവർ പറയുന്നത് സൈക്കിൾ ടൈം ടി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പറയുന്നുണ്ട്. സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം ഫോർ ഓൾ ദി ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു സിംഗിൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എടുക്കുന്ന യൂണിറ്റ് ടൈമിനെയാണ് സൈക്കിൾ ടൈം എന്ന് പറയുക. നോർമലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡ്സിലായിരിക്കും, നാനോ സെക്കൻഡ്സിലായിരിക്കും. ദെൻ സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ CPI. ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ടേക്സ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ്. അപ്പോൾ ഒരു സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ മേളിൽ പറഞ്ഞ എത്ര സൈക്കിൾ ടൈം എടുക്കും എന്നുള്ളതാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ കൗണ്ട്, ഒരു പ്രോഗ്രാമിൽ ടോട്ടൽ എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ ടൈം t ഈസ് ഈക്വൽ ടു IC ഇൻറ്റു CPI ഇൻറ്റു t സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ പ്രോസസ്സറിൻ്റെ സ്പീഡൊക്കെ നമ്മൾ MIPS മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്സിലായിരിക്കും പറയാറ്. ക്ലോക്ക് ഫ്രീക്വൻസി നമ്മൾ മെഗാ ഹെർട്സിലായിരിക്കും പറയാറ്. ഇനി നമ്മൾ സാധാരണ പാരലൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇലമെൻ്ററി കൺസെപ്റ്റ് ഉണ്ട്. ആ ഇലമെൻ്ററി കൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ പ്രോഗ്രാം? സിംപ്ലി സ്പീക്കിംഗ്, വാട്ട് ഈസ് എ പ്രോഗ്രാം? Program is a passive entity, that means well defined set of instruction. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോപ്പർ ഇൻപുട്ട് റിസീവ് ചെയ്ത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുക. പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ പ്രോസസ്സിലേക്ക് പോയി കഴിയുമ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എൻറ്റിറ്റിയാണ്. കമ്പയറിംഗ് ടു പ്രോഗ്രാം, പ്രോസസ്സിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും.
More than that, a process has its own address space, value of program counter, return address, temporary variables, file handles, security attributes, threads. All are individually assigned for a process. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഒരു പ്രോസസ്സ് വരുമ്പോഴേക്കും ആ പ്രോസസ്സിന് ഇവ കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിച്ചതാണ്. ആ പേപ്പറിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു പ്രോസസ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ എങ്ങനെ നമ്മൾ കില്ല് ചെയ്യുന്നു അല്ലേ. യൂണിക്സിൻ്റെ അകത്ത് ഫോർക്കും സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ പ്രോസസ്സ്. സിമിലർലി ഹൗ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് എ പ്രോസസ്സ്, അതിന് നമ്മൾ 4 സ്റ്റെപ്സാണ് സാധാരണ പറയാറ്. ആ 4 സ്റ്റെപ്പിൽ ഫസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് ദ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് മീൻസ് ഇറ്റ്സ് എ സ്മോൾ മെമ്മറി ദാറ്റ് സ്റ്റോർ ദ ഐഡൻറ്റിഫിക്കേഷൻ, പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഓണർ, then process status, description about address space, etc. Then allocating the address space. We can assign address space in 2 ways. First one is sharing the address space among the created process or separate space for each process. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3 പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആകെയുള്ള മെമ്മറി സ്പേസിനെ നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈച്ച് പ്രോസസ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ സ്മോൾ മെമ്മറി, അങ്ങനെയും നമുക്ക് കൊടുക്കാൻ പറ്റും. Then loading the program into allocated address space. Then fourth one is passing the process description to the process scheduler. Process scheduler ഒക്കെ ഓൾറെഡി നമുക്ക് പരിചിതമാണ്. അതായത് ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് ആർ ദെയർ. ഇപ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആകുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ തൊട്ട് മേളിൽ പറഞ്ഞ 3 steps, that is PCB creation, allocation of addressing space and loading the program into allocated address space. After that we can assign this process to the appropriate scheduler. Then each process has a life cycle. ഒരു പ്രോസസ്സ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടാവും. ആ ലൈഫ് സൈക്കിള് ന്യൂ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, ടെർമിനേറ്റഡ് എന്ന് പറയുന്ന സ്റ്റേജുകൾ വഴിയായിരിക്കും കടന്നു പോവുക. ന്യൂ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ റണ്ണിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോസസ്സർ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സർ, അതിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു ആ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടോ ഇവൻറ്റിന് വേണ്ടിയിട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. റെഡി എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് സ്റ്റേജിൽ നിന്ന് വീണ്ടും പ്രോസസ്സിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുവാണ്. ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്തു. ഇത് ഓൾറെഡി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കേസിലും, അത് ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോസസ് എങ്ങനെയാണ് ഒരു ലൈഫ് സൈക്കിൾ, ത്രെഡിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സെയിം കേസ് തന്നെ ഇവിടെ പ്രോസസ്സിൻ്റെ ലൈഫ് സൈക്കിൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. അതായത് ന്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് റെഡി, ന്യൂവിൽ നിന്ന് നേരെ റെഡിയിലേക്ക് പോകുന്നു. റെഡി പ്രോസസ്സ് 2 കേസാണ്. റണ്ണിങ്ങിലേക്ക് പോകാം, റണ്ണിങ് ടൈമിൽ അത് ഇൻറ്ററപ്റ്റഡ് ആയിട്ട് വീണ്ടും റെഡിയിലേക്ക് തിരിച്ചു വരാം. അതിനുശേഷം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൺ ചെയ്തത് ടെർമിനേറ്റ് ചെയ്യാം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രോസസ്സിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ത്രെഡ്, അതായത് പ്രോസസ്സിനെക്കാട്ടി കുറച്ചുകൂടി അറ്റോമിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ത്രെഡ് എന്ന് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് പ്രോഗ്രാംസ് ആയിരിക്കും. ഇപ്പോൾ ത്രെഡിൻ്റെ കേസിൽ നമ്മൾ പ്രോസസ്സിന് മെമ്മറി അസൈൻ ചെയ്യുന്നത്, സപ്പോസ് ഇറ്റ്സ് എ ഷെയർഡ് മെമ്മറി ഓർ ഇൻഡിവിജ്വൽ മെമ്മറി. ആ സിമിലർ കേസ് ഇവിടെയും എന്തുണ്ട്, ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്ന മെമ്മറി ത്രെഡിന് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എ പ്രോസസ് ക്യാൻ കണ്ടെയ്ൻ 1 or more threads and the thread have their own program counter and register values, but they are share the memory space and resources of the process. അപ്പോൾ ഏത് പ്രോസസ്സിൽ നിന്നാണോ ത്രെഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രോസസ്സിൻ്റെ മെമ്മറി ആയിരിക്കും നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് യൂസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറും രജിസ്റ്റർ വാല്യൂവും ഒക്കെ ഇൻഡിവിജ്വൽ ആയിരിക്കും.
അപ്പോൾ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ളൊരു കാരണം, ത്രെഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. ത്രെഡ് ഹാസ് ആക്സസ് മെമ്മറി ആൻഡ് അഡ്രസ് സ്പേസ് ആൻഡ് റിസോഴ്സസ് ഓഫ് ഇറ്റ്സ് പ്രോസസ് ആൻഡ് സിമിലർ ലൈഫ് സൈക്കിൾ ആസ് ദാറ്റ് ഓഫ് പ്രോസസ്സിനെ പോലെ തന്നെ ത്രെഡിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂ റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, ടെർമിനേറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും അത് പാസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ത്രെഡ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടും അതിൻ്റെ സൈസ് കുറവായതുകൊണ്ടും സ്വിച്ചിങ് ബിറ്റ്വീൻ 2 or more ത്രെഡ്സ് ആർ വെരി ഈസി ആസ് കമ്പയറിംഗ് ടു സ്വിച്ചിങ് ബിറ്റ്വീൻ പ്രോസസ്സ്. മൾട്ടി പ്രോസസ്സിങ് അല്ലെങ്കിൽ പാരലൽ പ്രോസസ്സിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ത്രെഡ് എന്ന് പറയുന്നത്. There are 3 basic methods in concurrent programming languages. നമ്മൾ 3 മെത്തേഡായിരിക്കും യൂസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അൺസിങ്കർണൈസ്ഡ് ക്രിയേഷൻ ആൻഡ് ടെർമിനേഷൻ. അപ്പോൾ ക്രിയേഷനും ടെർമിനേഷനും തമ്മിൽ സിങ്കർണൈസേഷൻ ഇല്ല എങ്കിൽ അതിനെ നമ്മൾ അൺസിങ്കർണൈസ്ഡ് ക്രിയേഷൻ ആൻഡ് ടെർമിനേഷൻ എന്ന് പറയും. ക്രിയേറ്റ് പ്രോസസ്, സ്റ്റാർട്ട് പ്രോസസ്, ക്രിയേറ്റ് ത്രെഡ്, സ്റ്റാർട്ട് ത്രെഡ് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ്, ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അൺസിങ്കർണൈസ്ഡ് ക്രിയേഷൻ ആൻഡ് സിങ്കർണൈസ്ഡ് ടെർമിനേഷൻ. അവിടെ ഫോർക്ക്, ജോയിൻ പോലെ ഉള്ള കമാൻഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ദെൻ സിങ്കർണൈസ്ഡ് ക്രിയേഷൻ ആൻഡ് ടെർമിനേഷൻ. അപ്പോൾ ത്രെഡ്സ് ആർ ഓൾറെഡി, ആസ് വി സേ, ത്രെഡ്സ് ആർ ലൈറ്റ് വെയ്റ്റ് പ്രോസസ്. Then threads offer some advantages. What are these advantages? First advantage is that it takes less time to create and terminate. It takes less time to switch between 2 threads and less communication overhead. What is the communication overhead? ഇപ്പം നമ്മൾ ഒരേ പ്രോസസ്സിൻ്റെ അല്ലെ ഒരേ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് കുറേ പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഒരേ പ്രോഗ്രാമിൻ്റെ പാർട്ടായതുകൊണ്ട് പലപ്പോഴും അതിൻ്റെ വേരിയബിൾസ് ഷെയറിങ്ങോ അല്ലെങ്കിൽ അപ്ഡേഷനോ ഒക്കെ ആവശ്യമായിട്ട് വരും. സിമിലർലി ത്രെഡിൻ്റെ കേസ് വരുമ്പോഴും ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിങ് ആവശ്യമായിട്ട് വരും. പക്ഷേ ത്രെഡ് വളരെ ചെറിയ യൂണിറ്റുകളായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ത്രെഡ്സ് ഓഫ് വൺ പ്രോസസ് ഈസ് സിമ്പിൾ ബിക്കോസ് ദ ത്രെഡ്സ് ഷെയർ എമംഗ് അതർ എൻറ്റിറ്റീസ് ദ അഡ്രസ് സ്പേസ്. അതായത് ഒന്നാമത് അവർ ഷെയറബിൾ മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഡേറ്റ പ്രൊഡ്യൂസ്ഡ് ബൈ വൺ ത്രെഡ് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ഓൾ അതർ ത്രെഡ്സ്. ഷെയർഡ് മെമ്മറി ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ് കൺസെപ്റ്റ് ഓഫ് പാരലൽ എക്സിക്യൂഷൻ. നമ്മൾ 2 ടേംസ് ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കൺകറൻസി ആൻഡ് പാരലൽ. കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് n ക്ലയൻറ്റ് ആൻഡ് 1 സെർവർ. ഒരു ക്ലയൻറ്റും n ക്ലയൻറ്റ്, അതായത് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവറേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞ സിംഗിൾ കൗണ്ടർ, അതായത് ആദ്യമത്തെ എക്സാമ്പിളിൽ പറഞ്ഞ സിംഗിൾ കൗണ്ടർ, അവിടെ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് നിൽപ്പുണ്ട്, പക്ഷേ ഒരു കൗണ്ടറേ ഉള്ളൂ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇടയ്ക്ക് വരുന്ന ടൈം ഗ്യാപ്പ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ പ്രോസസ്സറിൻ്റെ ടൈം അല്ലെങ്കിൽ പ്രോസസ്സർ ഐഡിലാവാതിരിക്കാൻ വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ആണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ന്യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോപ്പി റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ന്യൂസ് കണ്ടുകൊണ്ടാണെങ്കിൽ നമ്മൾ ന്യൂസിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വരുന്ന സമയത്ത് റൈറ്റിംഗ് ഒന്ന് പോസ് ചെയ്യുന്നു, അതിനുശേഷം ന്യൂസ് കാണുന്നു, ദെൻ വീണ്ടും നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ ആ റൈറ്റിംഗ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റിൽ ഇവിടെ നമുക്ക് ജോബ്സിനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് കൺകറൻസി. ദാറ്റ് ഈസ് നോട്ട് പാരലൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ പ്രോഗ്രാമിംഗ് ദർ ആർ n പ്രോസസ്സേഴ്സ് ഫോർ n ക്ലയൻറ്റ്സ്. 2 ക്ലയൻ്റ് ആണ് ഉള്ളതെങ്കിൽ 2 പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ആ 2 പ്രോസസ്സേഴ്സും 2 ക്ലയൻസിനെ സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യും. ഈ പാരലൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പാരലിസത്തിനെ പറ്റി അറിയുന്നതിന് വേണ്ടി ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 12 ഗ്രാനുലാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്.
Granularity refers to the amount of computation done in parallel relative to the size of the whole program. എന്ന് പറഞ്ഞാൽ പാരലായിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷനാണ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി സ്പീക്കിംഗ് ഇറ്റ്സ് എ സൈസ് ഓഫ് എ പ്രോഗ്രാം സെഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്ര കോഡാണ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. According to granularity of the system, parallel processing systems can be divided into 3 groups. 3 groups ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുക: ഫൈൻ ഗ്രെയിൻ സിസ്റ്റം, മീഡിയം ഗ്രെയിൻ സിസ്റ്റംസ് ആൻഡ് കൊയാസ് ഗ്രെയിൻ സിസ്റ്റംസ്. അപ്പോൾ പേജ് നമ്പർ 12 നിന്ന് പേജ് നമ്പർ 42 പോകണം. ഈ ഗ്രെയിൻ സൈസിനെ പറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പേജ് നമ്പർ 42 പറയുന്നുണ്ട്. അവിടെ ഒരു ഫിഗർ തരുന്നുണ്ട് ഗ്രെയിൻ സൈസിനെ ബേസ് ചെയ്ത്. ഫൈൻ ഗ്രെയിൻ, മീഡിയം ഗ്രെയിൻ ആൻഡ് കൊയാസ് ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ പാരലിസം ലെവൽസിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20 ഇൻസ്ട്രക്ഷൻസ്, അതായത് വളരെ കുറഞ്ഞ സൈസ് ഉള്ളതിനെയാണ് നമ്മൾ ഫൈൻ ഗ്രെയിൻ എന്ന് പറയുക. അവിടെ ലെസ് ദാൻ 20 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. മീഡിയം ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 500 ഇൻസ്ട്രക്ഷൻസും, കൊയാസ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000 ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും. അപ്പം 3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം: ഫൈൻ, മീഡിയം ആൻഡ് കൊയാസ് ഗ്രെയിൻ. Based on this grain size, parallelism can be classified at various levels. The parallelism levels form a hierarchy. ആ ഹൈറാർക്കി ഡയഗ്രാമാണ് അവിടെ കാണിക്കുക. അപ്പോൾ നോക്കുക, ഇൻസ്ട്രക്ഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് പാരലിസം വളരെ ഹൈ ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ ലെവലിൽ നമുക്ക് പാരലിസം വളരെ ഹൈ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ ലൂപ്പ് ലെവൽ വരുമ്പം കുറച്ചുകൂടെ കുറയും, പ്രൊസീജിയർ ലെവൽ വരുമ്പോൾ കുറച്ചുകൂടെ കുറയും, പ്രോഗ്രാം ലെവൽ വരുമ്പം കുറച്ചുകൂടെ കുറയും. ഇനി ഗ്രെയിൻ സൈസിനെ ബേസ് ചെയ്ത് എങ്ങനെ പാരലിസം പറയാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ലെവലാണ്. ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലിസം ശരിക്കും പ്രോഗ്രാമർ ഓവർഹെഡാണ്. അതായത് സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പൊട്ടൻഷ്യൽ ഓഫ് പാരലിസം. ഹിയർ വി measure the speed up factor. Actually speed up factor indicates up to what extent to which a sequential program can be parallelized. The speed up may be taken as a sort of degree of inherent parallelism in a program. But normal case complete അല്ലെങ്കിൽ 100% parallelizing programs is not available. നമുക്ക് ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ 100% പാരലിസം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് കേസിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന പ്രോഗ്രാമിൽ എത്ര പെർസെൻറ്റേജ് പ്രോഗ്രാംസിനെ നമുക്ക് പാരലലി എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് സീക്വൻഷ്യലി മാത്രമേ പാടുള്ളൂ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടാണ് സ്പീഡപ്പ് എന്ന് പറയുന്നത്. 1/1 - p. സ്പീഡപ്പ് ഈസ് ഈക്വൽ ടു 1/1 - p. If there is no code can be parallelized, then that is p is equal to 0. P is the fraction of the code and the speed up is equal to 1. That is, it is inherently sequential. Speed up 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നമുക്ക് ഒരു പെർസെൻറ്റേജ് പോലും പാരലിസം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Suppose if the all of the code can be parallelized, that is p is equal to 1, then speed up is infinite. This is also not practical. So speed up is equal to 1 divided by 1 minus p. If we introduce a number of processors performing parallel fraction of work, then speed up is equal to 1 divided by p by n plus s, where p is the parallel fraction, n is the number of processors and s is the serial fraction. Then next topic is the need of parallel computation, that is cost savings, overcoming memory constraints, then limit to serial computing, etc. are some reasons for achieving this parallel computation. Then next one is levels of parallel processing. As we shown in previous figure, instruction level parallelism, loop level, procedure level and program level parallelism are there. The first one is the instruction level parallelism. Here the grain size is fine grain size.
most of the processors have several execution units and can execute several instructions at the same time. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് ഇലമെൻറ്റ്സ് ഉണ്ടാവും. ദെൻ പൈപ്പ്ലൈനിങ് വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ്. Then some special hardware architectures like reduced instruction set computer architecture. Then some instruction concepts like VLIW, that is very large word instructions, processors etc. can be used for achieving instruction level parallelism, that we will see it later. Then second one is loop level parallelism. In case of loop level parallelism, that is for I is equal to 0. Suppose a simple for loop. Here for I is equal to 0, I less than n, I plus plus, then A of I is equal to B of I plus C of I. Here A of I is an independent, B of I is also independent, and C of I is also independent. In that case, each step of the loop can be performed by each processing elements, but consider another loop. Here A of j is equal to A of j minus 1 plus B of j. Here we cannot execute A of j and A of j minus 1 parallelly because they have data dependency. And third one is the procedure level. Here algorithm plays an important role. And fourth one is the program level. Here operating system flow has a major role in performing program level parallelism. Next one is data flow computing. The importance of data flow. In data model, the control is tied to the flow of data. How we can identify the flow of data? It is very beneficial if we can represent it in pictorial form. For that we use data flow graphs, DFGs, to represent the flow of data. Execution of an instruction can take place when all data needed to the instruction are available. Data is in continuous flow independent of residual memory cells, and its availability initiates execution. That means if all the input data are available and all other resources are available, an instruction can be executed. It can be pictorially represented with the help of data flow graph. For a data flow graph, we have nodes. That node represent the instruction to be performed, and the edges represent the data dependency between instructions. Suppose there is an instruction Z is equal to W into X plus Y, that is shown in the figure. The advantage of data flow concept is that the nodes of DFG can be self-scheduled. Also, we can find when a node fires, when it consumes the input tokens, performs the associated operations, and places result tokens on the output edge. Simply speaking, the DFG provide the data dependency and when an instruction fires by the processor. Then next one is application of parallel processing. After that, they specify India's parallel computers. Then the important terms used in this terminology. The important terms are task, parallel task, serial execution, parallel execution, shared memory, distributed memory, communications, synchronization, granularity, chaos granularity, fine granularity, parallel overhead, massively parallel system, scalability, etc. All these things are given in page number 20 and 21. More than that, while going through these chapters, you should go through check your progress. It's also very important. And also read summary. Here we have, in this chapter we have 2 check your progress questions.
3 check your progress questions just to go through their answers. That gave a good idea about how you can write your own answers during your exams. Thank you.